ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മാൾട്ട സീരീസിൻ്റെ പാർട്ട് 2യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർട്ട് 1 കാണാത്തവർ അതൊന്ന് പോയി കാണണേ, ഞാനിവിടെ പിൻ ചെയ്ത് കൊടുത്തേക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ, കൽക്കര ഗാർഡൻ. മാൾട്ടയിലെ ഗ്രാൻഡ് ഹാർബറിനോട് തൊട്ട് ചേർന്നുള്ള ഫ്ലോറിയാന എന്ന സ്ഥലത്താണ് ഈ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. ഈ ഗാർഡനിൽ നിന്നുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നത് മാൾട്ടയിലെ തന്നെ ദ മോസ്റ്റ് സ്റ്റണ്ണിങ് വ്യൂ ആണ്. ഇവിടെ ഹാർബറിൽ ഒരുപാട് കപ്പലുകൾ വന്ന് കിടക്കുന്നുണ്ട്. വലിയ വലിയ ക്രൂസുകളാണ് കിടക്കുന്നത്. ഈ അടുത്ത് തന്നെ കാണുന്ന കപ്പലുണ്ടല്ലോ, അതൊരു ബ്രിട്ടീഷ് കപ്പലായിരുന്നു കേട്ടോ. ബ്രിട്ടീഷുകാരുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ചരിത്രത്തിൽ ഈ ഗാർഡന് 2ാം ലോക മഹായുദ്ധമായിട്ട് ഒരു ബന്ധമുണ്ട്. 2ാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് മിലിറ്ററി സർവീസസിലുണ്ടായിരുന്ന ആളുകൾക്ക് ഷെൽട്ടർ ഹോംസ് ആയിട്ട്, അതായത് വാർ റൂംസ് കുറേ പണിതിട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു വാർ റൂം ഈ ഗാർഡൻ്റെ ഉള്ളിലും സ്ഥിതി ചെയ്യുന്നുണ്ട്. മാൾട്ടയുടെ പല ഭാഗങ്ങളിലും ഈ വാർ റൂംസ് ഉണ്ട് കേട്ടോ. ഇതാണ് ഈ ഗാർഡനിലുള്ള വാർ റൂം. ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലേക്ക് അധികം പോകാൻ സാധിക്കില്ല, കാരണം അതിൻ്റെ എൻട്രി ടൈം ഞങ്ങൾ എത്തിയതിലും ഒരുപാട് വൈകിയാണ്. അതുകൊണ്ട് ജസ്റ്റ് പുറത്തുനിന്ന് മാത്രമേ ഞങ്ങൾക്ക് ആ വാർ റൂം കാണാൻ പറ്റുള്ളൂ. ഇതാണ് ആ വാർ റൂമിലേക്ക് പോകുന്ന എൻട്രൻസ്. യുദ്ധത്തിന് ശേഷം ഈ ഗാർഡൻ്റെ പേര് ഹെർബർട്ട് ഗനാഡോ എന്ന് മാറ്റിയിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ, ഔബർഗ് ദി കാസിൽ. മാൾട്ടയുടെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്താണ് ഈ കാസിൽ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ആദ്യം കണ്ട ഫ്ലോറിയാനയ്ക്കും ഗ്രാൻഡ് ഹാർബറിനും ഓപ്പോസിറ്റായിട്ട് ഫേസ് ചെയ്തുകൊണ്ടാണ് ഈ കാസിൽ ഇരിക്കുന്നത്. നേരത്തെ കണ്ട വാർ റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മൾ വലയത്തയുടെ ബസ് സ്റ്റാൻഡിലേക്കാണ് എത്തുന്നത്. അവിടെ നിന്ന് മുകളിലേക്ക് സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ നമ്മൾ ഈ കാസിൽ പ്ലേസിലാണ് വന്നെത്തുന്നത്. ഈ ഔബർഗ് ദി കാസിലാണ് മാൾട്ടീസ് പ്രൈം മിനിസ്റ്ററും അതുപോലെ മാൾട്ടീസ് സർക്കാരിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ആസ്ഥാനവും എല്ലാം സ്ഥിതി ചെയ്യുന്നത്. മാൾട്ടയിലെ വൺ ഓഫ് ദ ഫേമസ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായ അപ്പർ ബറാക്ക ഗാർഡൻ ഈ കാസിൽ പ്ലേസിനോട് തൊട്ടു ചേർന്നാണ് നിൽക്കുന്നത്. കൂടാതെ മാൾട്ടയുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഇതിനോട് ചേർന്ന് തന്നെയാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് വലയത്തയുടെ ഉൾവഴികളിലൂടെയൊക്കെ നടക്കാം. കാർണിവൽ സമയമായതുകൊണ്ട് കാർണിവലായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്കിനി പോണ വഴിയിലെല്ലാം കാണാൻ പറ്റും കേട്ടോ. ഇപ്പം ഞങ്ങൾ ഒരുപാട് നടന്നു, ബസ് ഇറങ്ങി ഒത്തിരി നടന്ന് വിശപ്പൊക്കെ ആയി തുടങ്ങി. ഇനി അടുത്ത ഉദ്ദേശം മാൾട്ട സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് കഴിക്കണം. അങ്ങനെ വിശന്ന് വലഞ്ഞ് ഞങ്ങൾ വന്നെത്തിയ സ്ഥലമാണിത്. ഇവിടുന്ന് കണ്ടിട്ട് എനിക്ക് എന്താ കഴിക്കാൻ മേടിക്കേണ്ടതെന്ന് ഒരു ഐഡിയ കിട്ടുന്നുണ്ടായില്ല. നിങ്ങൾ ഈ കാണുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഇറ്റലിയിലും അവൈലബിൾ ആയതുകൊണ്ട് ഒരുപാട് എക്സൈറ്റഡ് ഒന്നും ആയിരുന്നില്ല കേട്ടോ. പക്ഷേ ആ സ്വീറ്റ് ഐറ്റംസ് കണ്ടപ്പം എന്തോ എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു. അങ്ങനെ അവസാനം മാൾട്ട ട്രഡീഷണൽ ഫുഡായിട്ടുള്ള പസ്തീച്ചിയാണ് ഞങ്ങൾ മേടിച്ചത്. ഞാനൊരു ചിക്കനും സ്റ്റെല്ല ഒരു റിക്കോത്ത, ഒരു തരം ചീസാണ് കേട്ടോ, അതാണ് മേടിച്ചത്. അങ്ങനെ പസ്തീച്ചിയൊക്കെ കഴിച്ച് ഞങ്ങളിതാ വീണ്ടും യാത്ര തുടങ്ങുകയാണ്. നമുക്ക് നടപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. നടന്ന് വലയത്തെ ഫുള്ള് കാണാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ കാണുന്ന കാഴ്ചയാണിത്. ഇവിടെ കാർണിവലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ കാർണിവലിന് വേണ്ടി എല്ലാവരും ഒരുങ്ങി ഇറങ്ങിയേക്കുന്നതാണ് ഈ കാണുന്നത്. ഇവരെല്ലാം ആക്ച്വലി പല പല ടീമുകളാണ് കേട്ടോ. കാർണിവലിൻ്റെ ഭാഗമായിട്ട് വലിയ പ്രോഗ്രാമാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവരീ പോകുന്നത് ഒരു കുഞ്ഞ് സ്റ്റേഡിയം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അങ്ങോട്ടേക്കാണ്. എന്നിട്ട് ഈ പല ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ വക ഡാൻസ് കോമ്പറ്റീഷനും അങ്ങനെ പല കലാപരിപാടികളും അവിടെ അരങ്ങേറുന്നുണ്ട്. പക്ഷെ നേരത്തെ കൂട്ടി അവിടെ ചെന്ന് നിന്നെങ്കിലേ നമുക്ക് സമയത്ത് അതിൻ്റെ അകത്ത് കയറാൻ പറ്റുള്ളൂ. വലിയൊരു ക്യൂ ആയിരുന്നു. ശരിക്കും കാഴ്ചകളെല്ലാം പുറത്ത് തന്നെയാണുള്ളത്. ഓരോ റോഡിലൂടെയും ഇതുപോലുള്ള വലിയ വലിയ ട്രക്കുകളിൽ ഇങ്ങനെ കുറേ രൂപങ്ങൾ ഉണ്ടാക്കി അവരിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ രാവിലെ ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ. രാത്രി ആകുമ്പം ഇതിലും അടിപൊളിയായിരിക്കും, ഇതിലും കൂടുതൽ ആൾക്കാരായിരിക്കും. രാത്രി ആകുമ്പോൾ ഇവരുടെ എന്തോ ചെറിയ കോമ്പറ്റീഷൻ പോലത്തെ പരിപാടിയുണ്ട് ഈ വണ്ടികളുടെ. ഞാനത് മാൾട്ടയിൽ കണ്ടില്ല, പക്ഷെ ഇറ്റലിയിൽ കാർണിവൽ നടത്തുമ്പോൾ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ പോയ പിള്ളേരൊക്കെ ഇല്ലേ, പല ഉടുപ്പൊക്കെ ഇട്ട്, അവരാണ് ഈ നിൽക്കുന്നത്. ഇതാണ് ഞാൻ ആ പറഞ്ഞ സ്റ്റേഡിയം. ഞങ്ങൾ ആ സ്റ്റേഡിയത്തിൻ്റെ പുറത്ത് നിന്നാണ് കാണുന്നത്. അവരുടെ കോമ്പറ്റീഷനാണ് നെക്സ്റ്റ് വരാൻ പോണത്. അപ്പോൾ പുറത്ത് നിന്ന് അവർ പ്രാക്ടീസൊക്കെ ചെയ്യണേ ഈ കാണുന്നത്. എന്ത് രസമല്ലേ. കൊച്ചു പിള്ളേരാണ്, പക്ഷേ ഈ ഉടുപ്പിനൊക്കെ നല്ല വെയിറ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. ആ തലയിൽ വലിയ സാധനങ്ങളൊക്കെ വെച്ച് നിൽക്കുന്ന പിള്ളേർക്ക് നല്ല വെയിറ്റ് ഉണ്ടാവില്ലായിരിക്കുമോ? രാവിലെ തൊട്ട് രാത്രി വരെ അവരിങ്ങനെ നിൽക്കണം.
ഇത് റോഡിലുള്ള അടുത്തൊരു ടീമാണ് കേട്ടോ. അവർ കിടിലനായിരുന്നു, ഒരു രക്ഷയില്ല. അവരുടെ ഡാൻസ് മാസ്റ്റർ വിക്രമാണ് ഫ്രണ്ടിൽ കിടന്ന് തുള്ളുന്നതെന്നാണ് തോന്നുന്നത്. പക്ഷെ പുള്ളിയും ഒരു രക്ഷ ഉണ്ടായില്ല. പിള്ളേരും നല്ല അടിപൊളിയായിരുന്നു, നല്ല പാട്ടൊക്കെ കേട്ട് അയ്യോ രസമായിരുന്നു. ഞങ്ങളങ്ങനെ ഈ ഡാൻസൊക്കെ കണ്ട് അവിടെ കുറച്ചധികം നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ. ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു കാർണിവൽ ആയതുകൊണ്ട്. ഇവൻ കണ്ടോ, ഇവൻ ഇച്ചിരി വില്ലനാ. ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കണ കാരണം അവൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കി കോപ്പറായൊക്കെ കാണിക്കുമായിരുന്നു. അതിൻ്റെ കൂടെ നല്ല അടിപൊളി ഡാൻസും. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive and so passionate. Every word I move so descriptive like an adjective. I got a vendetta against people who patented being negative when you should be getting after it. I got facts over tracks, this and that. Spitting slow, spitting fast, I could roast, I could gas. Think I'm okay at last, but I don't know if that can erase all the past. And the pettiness, a reflection of the emptiness. Hilarious, you think you're worth my time, you're delirious. Mysterious, because you hide behind a fake exterior. Inferior, you know I'll always be a bit superior. Get off of me, this ain't no humble brag. I want you to hear words, you can say them back. I want you to feel free from the chains at last, and to believe in what you got, it was built to last, yeah. Now that I've been put through hell, I never got anyone's help. I had to do it all myself. അങ്ങനെയുള്ള മറ്റൊരു ഭംഗിയുള്ള കാഴ്ച കളർഫുൾ ബാൽക്കണീസ്. പല കളറിൽ ആളുകൾ ബാൽക്കണീസ് ഇതുപോലെ കളർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് പിന്നിൽ ഒരുപാട് കഥകൾ പറയപ്പെടുന്നുണ്ടെങ്കിലും ഏറ്റവും ഫേമസ് ആയിട്ട് പറയപ്പെടുന്ന ഒരു കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മൊറോക്കോ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. പണ്ട് കാലത്ത് അറബ് സ്ത്രീകൾക്ക് തെരുവിലുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് ഇതുപോലുള്ള ബാൽക്കണികൾ കിട്ടിയേക്കണമെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അകത്തെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാനും അങ്ങനെ ഒരുപാട് കഥകളുണ്ട് ഇതിന് പിന്നിൽ. എനിക്കതിന് കൂടുതലായിട്ട് അറിയില്ല കേട്ടോ. അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.